Hi friends, അങ്ങനെ റിസൾട്ട് സീസൺ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഞാൻ 2 മാസം മുമ്പ് നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഈ ക്വാർട്ടർ മുതൽ അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ വി ഷുഡ് പ്ലാൻ ബെറ്റർ, വി ഷുഡ് ട്രേഡ് ബെറ്റർ. ആക്ച്വലി കുറേ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന കാര്യമില്ല, ക്വാളിറ്റി സ്റ്റോക്സ് ബെറ്ററായിട്ട് ട്രേഡ് ചെയ്യുന്നതിലാണ് കാര്യമുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. ശരിക്കും അപ്പോൾ ഞാൻ നിങ്ങളോട് കുറച്ച് സജഷൻസ് നിങ്ങളോട് പറയാം. ഈ സജഷൻസ് വാലിഡ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഓൾറെഡി ഉള്ള സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. സോ US നിന്നുള്ള റിപ്പോർട്ട്സ് വന്നു തുടങ്ങി. ഇൻഫ്ലേഷൻ ഒരു കുറച്ചൊക്കെ കൂൾ ഓഫ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ കൂൾ ഓഫ് ലെവൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടത്, US ഫെഡ് എക്സ്പെക്റ്റ് ചെയ്ത ലെവലിലേക്ക് വന്നിട്ടില്ലെന്നുള്ളതാണ് ഇനിഷ്യൽ റിപ്പോർട്ട്സ് ശരിക്കും. സോ അതുകൊണ്ട് തന്നെ മെയ് മാസത്തിൽ മേ ബി ഒരു 25 ബേസിസ് പോയിൻറ്റ് ഇൻട്രസ്റ്റ് കൂട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പോയിൻറ്റ്. നെക്സ്റ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ടിൽ 23rd മോർണിംഗ് വരെ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 23rd മോർണിംഗ് വരെയുള്ള റിസൾട്ട്സിനെ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല ശരിക്കും. സോ 20th മോർണിംഗിലേ ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തത്തുള്ളൂ. സോ 23rd ഈവനിങ് നമുക്കൊരു സൂം ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ, ഡിസ്കഷൻ ഉണ്ടല്ലോ ശരിക്കും. പ്രോബ്ലി ബൈ 24th മുതൽ ഞാൻ ഐ വിൽ കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ് ഓൺ റിസൾട്ട്സ്. ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തവണ ഈ ക്വാർട്ടർ റിസൾട്ട് മുതൽ ഞാൻ കുറേ കൂടെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ നല്ല റിസൾട്ട്സ് മാത്രമേ ഞാൻ ഷെയർ ചെയ്യത്തുള്ളൂ. സോ നിങ്ങൾക്ക് 2 വാൽ ലിസ്റ്റ് വേണം. ഫസ്റ്റ് ടെമ്പററി വാൽ ലിസ്റ്റ് എന്ന് പറയും. സോ നല്ല റിസൾട്ട് വരുന്ന സ്റ്റോക്കെല്ലാം കൂടെ ഒരു 200 എണ്ണം വരുമായിരിക്കും. ഓൺ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഈ 200 നിന്നും നിങ്ങളുടെ മെയിൻ വാൽ ലിസ്റ്റ് 45-50 സ്റ്റോക്സിൻ്റെ ഒരു 40 സ്റ്റോക്സിൻ്റെ ആവശ്യമുള്ളൂ സത്യത്തിൽ ഒരു ക്വാർട്ടറിലേക്ക്. അപ്പോൾ 200 സ്റ്റോക്സിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ തന്നെ 40 സ്റ്റോക്സിനെ സെലക്ട് ചെയ്യണം. എങ്ങനെ സെലക്ട് ചെയ്യണം? ബെസ്റ്റ് ഫണ്ട് അനാലിസിസ് നടത്തി, ഏണിങ്സ് വിസിബിലിറ്റി നടത്തി വേണം നിങ്ങളെ സെലക്ട് ചെയ്യാനായിട്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല റിസൾട്ട് വരുന്ന എല്ലാ സ്റ്റോക്കും കയറി പോകത്തില്ല. പല സ്റ്റോക്കുകളും നല്ല റിസൾട്ട് തന്നിട്ട് കറക്ഷൻ സംഭവിക്കുന്നതാണ് നമ്മൾ കണ്ടത് അല്ലേ. ശരിക്കും കഴിഞ്ഞ ക്വാർട്ടറിൽ ഏഞ്ചൽ 1ൻ്റെ റിസൾട്ട് ബെസ്റ്റ് ആയിരുന്നു. ഏഞ്ചൽ 1 കറക്റ്റ് ചെയ്ത് പോയി ശരിക്കും. മെട്രോ ബ്രാൻഡിൻ്റെ റിസൾട്ട് ബെറ്റർ ആയിരുന്നു. മെട്രോ ബ്രാൻഡ് കറക്റ്റ് ചെയ്ത് പോയി ശരിക്കും. അതുകൊണ്ട് നല്ല റിസൾട്ട് തന്നുകൊണ്ട് സ്റ്റോക്ക് കയറുമെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കത്തില്ല. സ്റ്റോക്ക് കയറണമെങ്കിൽ അതിൻ്റെ ആയിട്ട് കുറച്ച് ടെക്നിക്കൽ കുറച്ച് ബിഹേവിയർ പാറ്റേൺസ് നിങ്ങൾ മനസ്സിലാക്കണമുണ്ട് ശരിക്കും. സോ അതറിയാമെങ്കിൽ ഈ 200 സ്റ്റോക്സിൽ നിന്ന് ഒരു 40-45 സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു വാൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും ശരിക്കും. യു ഹാഡ് ടു ഡു ഇറ്റ് ആക്ച്വലി. സോ ഈ 45 സ്റ്റോക്സ് 50 സ്റ്റോക്സ് വേണം നിങ്ങൾ നിങ്ങളുടെ സ്റ്റോക്ക് എന്താ പറയേണ്ടത് ട്രെയിനിങ് പ്ലാൻ ചെയ്യാനായിട്ട് ശരിക്കും. സോ ഞാൻ തരുന്ന സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ഒരു ടെമ്പററി വാൽ ലിസ്റ്റിലേക്ക് വയ്ക്കാം. മേ ബി ഒരു 150 കാണും, മേ ബി 200 കാണും. അത് ടെമ്പററി ആണ് ശരിക്കും. ഈ ടെമ്പററിയെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഫൈനൽ വാൽ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കാനായിട്ട് ശരിക്കും. അതാണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പാർട്ട്. രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ 1 ഇയറിൽ നമ്മൾ നോക്കാൻ നേരത്തെ ഈ കഴിഞ്ഞ 3 മാസം Jan-Feb-March ആയിരുന്നു ഏറ്റവും മോശമായിട്ട്, ഏറ്റവും മോസ്റ്റ് ബെയറിഷ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിൽ കൂടെ വേൾഡ് കടന്നു പോയത് ശരിക്കും. ഇപ്പം ഓക്കെ, ഫോർച്യുനേറ്റ്ലി നിഫ്റ്റി അല്ലെങ്കിൽ S&P 500 കഴിഞ്ഞ 4 ദിവസമായിട്ട് ഒരുപാട് ട്രെൻഡിലാണ്. ഈ ട്രെൻഡ് ആയതുകൊണ്ടൊന്നും ബെയറിഷ് എന്നുള്ള ലെവലിൽ നിന്ന് നമ്മൾ മാറിയിട്ടില്ല. നമ്മളിപ്പോൾ ന്യൂട്രൽ സോണിലാണെന്നൊക്കെ വേണം പറയാൻ സാധിക്കാം. നമ്മളൊരു ബുള്ളി സോണിലേക്ക് വന്നിട്ടില്ല. കഴിഞ്ഞ 3 മാസവും ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വാളിറ്റി സ്റ്റോക്സ് ഒക്കെ തന്നെയും ശരിക്കും പറഞ്ഞാൽ വീക്ക്ലി ടൈം ഫ്രെയിം വന്നിട്ടാണ് തിരിച്ചു കയറിയത് ശരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് എക്സ്ട്രീം ബുള്ളിഷ് ആണെങ്കിൽ സാധാരണ കേസിൽ ടോപ്പ് ക്വാളിറ്റി ടോപ്പ് ട്രെൻഡിങ് സ്റ്റോക്സ് 4 hours വന്നിട്ട് പുൾ ബാക്ക് കംപ്ലീറ്റ് ചെയ്യും. മനസ്സിലായി? മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് ആണെങ്കിൽ പോലും ടോപ്പ് ക്വാളിറ്റി സ്റ്റോക്സ് 4 hours പകരം ഡെയിലി വന്നിട്ട് പുൾ ബാക്ക് കംപ്ലീറ്റ് ചെയ്യും. അല്ല, മാർക്കറ്റ് ഇപ്പോഴത്തെ മാർക്കറ്റ് കണക്കൊരു ഹ്യൂജ്ലി ബെയറിഷ് ആണെങ്കിൽ ഓൾവേസ് ലുക്ക് അറ്റ് എന്താ പറയേണ്ടത് ഒരു വീക്ക്ലി സോൺസിലാണ് ഇത് വർക്ക് ചെയ്യാൻ സാധ്യത കൂടുതൽ. ആ ഒരു പാട്ട് വളരെ കെയർഫുള്ളാണ്. ഞാൻ ബേസിക്കലി ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡർ അല്ല, ഞാൻ ഒരു പുൾ ബാക്ക് ട്രേഡറാണ്. ഐ നെവർ ചേസ് ബ്രേക്ക്ഔട്ട്സ് ആക്ച്വലി. ഒരു ബെസ്റ്റ് ബ്രേക്ക്ഔട്ട് കണ്ടാൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാര്യം വെച്ചാൽ ബെസ്റ്റ് ബ്രേക്ക്ഔട്ട്സ് പോയിട്ട് ഒരു ഷാലോ പുൾ ബാക്ക് ആയിരിക്കും വരാൻ സാധ്യത ശരിക്കും. അങ്ങനത്തെ പുൾ ബാക്കിനെ അനലൈസ് ചെയ്യുക, ക്യാൻഡിലെ അനലൈസ് ചെയ്യുക, വോളിയത്തിനെ അനലൈസ് ചെയ്യുക. പുൾ ബാക്ക് ഏത് ലെവലിൽ വന്ന് നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് ഫിബോനാച്ചി വെച്ച് നോക്കാൻ സാധിക്കും, പിവറ്റ് പോയിന്റ് വെച്ച് നോക്കാൻ സാധിക്കും. ദർ ആർ സോ മെനി ഓപ്ഷൻസ്. മാർക്കറ്റ് ഇഷ്ടംപോലെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് ശരിക്കും. ഏതെങ്കിലും ഡബിൾ ഫിബ് ഇട്ട് നോക്കാൻ സാധിക്കും, 2 ഫിബ് വെച്ച് നോക്കാൻ സാധിക്കും. പല പല ഫാക്ടേഴ്സ് വെച്ച് നോക്കി ആ സോൺ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ നിന്നും പുൾ ബാക്ക് തിരിയുവാണെങ്കിൽ ആ തിരിയുന്ന ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കണം, അതിൻ്റെ വോളിയം മനസ്സിലാക്കിയിട്ട് വേണം പ്ലാൻ ചെയ്യാനായിട്ട്, ട്രേഡ് പ്ലാൻ ചെയ്യാനായിട്ട്. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ റിസ്ക് റിവാർഡ് റേഷ്യോ പല ആൾക്കാരും നോക്കാറില്ല, വളരെ ക്രിട്ടിക്കലാണ്. സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു 1 lakh rupees ഒരു ട്രേഡ് ഇൻവെസ്റ്റ് ചെയ്യാമോ, സപ്പോസ് ഈ പറഞ്ഞവർക്ക് താങ്കൾക്കൊരു 5,000 rupees വരെ റിസ്ക് വഹിക്കാമെങ്കിൽ 2 പോയിന്റ് ശ്രദ്ധിക്കണം. എവിടെ നിന്നാണ് സ്റ്റോക്ക് മേടിക്കുന്നത്, ഏത് പുൾ ബാക്ക് ലെവലിൽ നിന്ന് മേടിക്കുന്നു, എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. സ്റ്റോപ്പ് ലോസ് പൊസിഷനിങ്
ക്രിട്ടിക്കലാണ് സ്റ്റോക്ക് ട്രേഡിങ്ങിൽ. സപ്പോസ് താങ്കൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പോകുന്നത് നോർമലി ആൾക്കാർ 180R എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് സിംഗിളോടെ താഴെ 180R കൂടെ കുറച്ചിട്ടാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. ഇനി 180R കുറയ്ക്കുമ്പം വലിയൊരു സ്റ്റോപ്പ് ലോസ് ഈ പറയുന്ന കണക്ക് എന്താ നമ്മൾ മേടിക്കുന്ന ലെവലിൽ നിന്നും സ്റ്റോപ്പ് ലോസ് ലെവൽ എന്ന് പറയുന്നത് വലിയൊരു വ്യത്യാസമുണ്ടെങ്കിൽ ശരിക്കും ഹാഫ് 80Rലേക്ക് പോകാം. അതും വലിയ വ്യത്യാസമാണെങ്കിൽ ഈ പറയുന്ന കണക്ക് സിംഗ് ലോയിൽ ഒരു 5 ക്യാൻഡിലുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ലോവസ്റ്റ് ക്യാൻഡിലെ ലോയ്ക്കെല്ലാം താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ദർ ആർ ഡിഫറെൻറ്റ് വേസ് ആൻഡ് പ്ലേസ് ടു പ്ലേസ് ദി സ്റ്റോപ്പ് ലോസ്. ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റോപ്പ് ലോസ് വീക്ക്ലിയിലാണ് വിൽക്കുന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഫ്രൈഡേ 3:15 മണി വരെ കാത്തിരിക്കണം സ്റ്റോക്ക് തിരിച്ച് കയറാനായിട്ട്. സപ്പോസ് സ്റ്റോപ്പ് ലോസിൽ ഹിറ്റ് ചെയ്തിട്ട് താഴെ വന്നിട്ട് സ്റ്റോക്ക് തിരിച്ച് കയറുമെന്ന് അനലൈസ് ചെയ്യാനായിട്ട് ഫ്രൈഡേ നമ്മൾ വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ടി വരും. സപ്പോസ് സ്റ്റോപ്പ് ലോസ് ഡെയിലി ലഭിക്കുന്നെങ്കിൽ ഡെയിലി ക്ലോസിംഗ് ബേസിസിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഏത് ടൈം ഫ്രെയിം ലഭിക്കുന്നത് ആ ടൈം ഫ്രെയിമിൻ്റെ ക്ലോസിംഗ് ബേസിസിലാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. അടുത്ത പോയിൻറ്റ്, ഒരു പ്രാവശ്യം നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 50% നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, മിനിമം 50%. ബാലൻസ് ഉള്ളത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോവർ ടൈം ഫ്രെയിമിൽ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയേണ്ടത്, ഒരു ടാർഗറ്റ് ഹിറ്റായി കഴിഞ്ഞു, ഡേ ടൈം ഫ്രെയിമാണ്, ഒരു നമ്മൾ 50-60% നമ്മൾ ടാർഗറ്റ് ഹിറ്റായി 60% വിൽക്കുക, അല്ലെങ്കിൽ 50% വിൽക്കുക, ബാക്കി 40% 1 അവർ ക്യാൻഡിലേക്ക് മാറ്റുക. അപ്പോൾ ഓരോ 1 അവർ ക്യാൻഡിലെയും ലോയ്ക്ക് ഉണ്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് ട്രെയിൽ ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും 1 അവർ ക്യാൻഡിലിൻ്റെ ലോ തൊട്ടുമ്പോഴത്തെ ക്യാൻഡിലെ ലോയ്ക്കല്ല താഴെ പോകുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ബെനിഫിറ്റ് നമ്മൾ ഓൾറെഡി ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് പോകാനായിട്ടുള്ള എക്സ്ട്രാ ബെനിഫിറ്റ് നമുക്കിതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധിക്കണം, ഈ റിസൾട്ട് എന്ന് പറയുന്നത് Q4 റിസൾട്ട് മാത്രമല്ല ആനുവൽ റിസൾട്ടും കൂടാണ്. ഡീറ്റെയിൽ അനാലിസിസ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ റിസൾട്ടിൽ. സോ അൺകോംപ്രമൈസിംഗ് ആണ് റിസൾട്ട് അനാലിസിസ്. ശരി, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിഫ്റ്റിയുമായിട്ട് കഴിഞ്ഞ ഒരു മാസം ഔട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കിലായിരിക്കണം കൂടുതലായിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാനായിട്ട്. സ്ട്രെങ്ത് റെസ്പെക്ട് സ്ട്രെങ്ത് എന്നുള്ളതാണ് മാർക്കറ്റിലെ ഒരു ഫിലോസഫി. സ്ട്രോങ് സ്റ്റോക്കിൽ വേണം നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശരിക്കും. ആ സ്ട്രെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുന്ന ഔട്ട് പെർഫോമൻസ് എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഫിനോമിനിൽ കൂടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നിഫ്റ്റിയായിട്ട് 6 months ഔട്ട് പെർഫോമിങ് ഫാൻറ്റാസ്റ്റിക്, 3 months ഔട്ട് പെർഫോമിങ് ഗുഡ്. ആക്ച്വലി നിഫ്റ്റിയായിട്ട് മിനിമം ഒരു മാസം പോലും ഔട്ട് പെർഫോമൻസ് ചെയ്യുന്ന സ്റ്റോക്ക് കമ്പൽസറി ആയിട്ടായിരിക്കണം. അവത്തിൽ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാവുള്ളൂ. ലാസ്റ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോയിൻ്റാണ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ്, പെനി ക്യാപ്പ് എല്ലാം ഹ്യൂജ് റിസ്ക് ആണ് ശരിക്കും. കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ 100% 150% ഡ്രോ ഡൗണിലെ സാധ്യത വളരെ കൂടുതലാണ്. കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ വീണ്ടും 100% 150% ഇത് റിട്ടേൺ തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ പ്ലേയിങ് വിത്ത് ഫയർ ആണ് സ്മോൾ ക്യാപ്പ് മുതൽ താഴെയുള്ള സ്റ്റോക്കുകളിലുള്ള ട്രേഡ്. അതിന് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം, അതിന് ആ ഫയറുമായിട്ട് പോകാനായിട്ടുള്ള ഡെപ്ത് ഡെവലപ്പ് ചെയ്യണം, ആ ഫയറിൻ്റെ ഡെൻസിറ്റി എപ്പോഴും മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട്. സോ ഈ സെഗ്മെൻറ്റിലാണ് വർക്ക് ചെയ്യാൻ താങ്കളുടെ പ്ലാനുകൾ വളരെ കെയർഫുൾ ആണോ എന്നുള്ളൊരു അഡ്വൈസ് എനിക്ക് താങ്കളോട് പറയാനായിട്ടുള്ളൂ ശരിക്കും. സോ ദീസ് ആർ ദി സിമ്പിൾ ഇൻപുട്സ് ഈ Q4 ട്രേഡ് ചെയ്യാനായിട്ട്. നല്ലതാണെങ്കിൽ സ്വീകരിക്കുക. നമുക്ക് 24th മുതൽ നമുക്ക് റിസൾട്ട്സ് എന്താ പറയണ്ടേ വീഡിയോസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. And we'll wait and we'll pray for a blissful trading year actually. Signing off.